ഇപ്പോൾ ബി.ജെ.പി നേതാക്കളൊക്കെ തന്നെ പ്രതികരണവുമായി രംഗത്ത് വരുന്നു. വലിയ ആത്മവിശ്വാസം എല്ലാ നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. രമേശ് ബിദൂടി, മുഖ്യമന്ത്രിയായ അതിഷി ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 2 മണിക്കൂറും 7 മിനിറ്റ് പിന്നിടുമ്പോഴും ലീഡിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും പുറകിലാണ് രമേശ് ബിദൂടി. ബി.ജെ.പി സ്ഥാനാർത്ഥിയാണ് ലീഡുള്ളത്. അദ്ദേഹം ഇപ്പോഴും ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. വിജയിക്കാൻ സാധിക്കും, കേജ്രിവാൾ ഭരണത്തിന് അന്ത്യമാകുമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റു പല പ്രധാനപ്പെട്ട നേതാക്കളും അത്തരം ആത്മവിശ്വാസവും ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നാകട്ടെ ഇപ്പോൾ ഏതായാലും ഒരു പ്രതികരണത്തിന് നേതാക്കളൊന്നും തന്നെ തയ്യാറായിട്ടില്ല. കാരണം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആദ്യ മണിക്കൂറിൽ പുറകിലായിരുന്നു. ആ സാഹചര്യത്തിൽ മാറ്റമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ലീഡിലേക്ക് വന്നിട്ടുണ്ട്, മനീഷ് സിസോദിയ ലീഡിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ പോലും ആം ആദ്മി പാർട്ടിക്ക് ഒട്ടും ആശ്വാസകരമല്ലാത്ത ജനവിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ വീണ്ടും കണക്കുകളിൽ മാറ്റമുണ്ട്. 29 സീറ്റിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു ആം ആദ്മി പാർട്ടി. 29 സീറ്റിൽ ആം ആദ്മി പാർട്ടി, ബി.ജെ.പി 41 സീറ്റ്, കോൺഗ്രസ് ഒറ്റ സീറ്റിലും ലീഡില്ല. ഇതാണ് നിലവിലെ സാഹചര്യം. അങ്ങനെ ഏതായാലും ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യമാകുന്ന സൂചന ഡൽഹി നൽകുന്നു. ആദ്യ 2 മണിക്കൂറുകളിലെ സൂചന അനുസരിച്ച് ബി.ജെ.പിക്ക് വ്യക്തമായ ആധിപത്യം ഡൽഹിയിലുണ്ട്. 41 സീറ്റുകളിൽ ഇപ്പോൾ ബി.ജെ.പി ലീഡ് ചെയ്യുകയാണ്. എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പരമ്പരാഗത വോട്ട് ബാങ്കുകളേക്ക് കടത്തിവെട്ടിക്കൊണ്ട് ബി.ജെ.പി മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അവരുടെ പ്രചാരണ രീതി ഏതായാലും ഭരിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഡൽഹി തെരഞ്ഞെടുപ്പിനെ നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്താൻ. കാരണം പരമ്പരാഗതമായി ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വോട്ട് ബാങ്കിലേക്കും ഒരു കടന്നുകയറ്റം നടത്താൻ ഇപ്പോൾ സാധിച്ചിരിക്കുന്നു ബി.ജെ.പിക്ക്. അതുതന്നെയാണ് ഇപ്പോൾ 98-ന് ശേഷമുള്ള ഭരണത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക്, അതിനോട് അടുക്കുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ബി.ജെ.പിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നതും. അങ്ങനെ 41 സീറ്റുകളിൽ ഇപ്പോൾ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 29 എന്ന നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ് ഡൽഹിയിലെ സാഹചര്യം. ഓരോ മണ്ഡലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മോഡൽ ടൗൺ മണ്ഡലം നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലമാണ്. അവിടെ ആം ആദ്മി പാർട്ടി തന്നെ ലീഡ് ചെയ്യുന്നു. തുഗ്ലക്കാബാദ് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റിൽ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ ലീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആദർശ് നഗർ ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലം, അത് ആം ആദ്മി പാർട്ടി തന്നെ ലീഡ് ചെയ്യുന്നു. ബിജ്വാസൻ മണ്ഡലം, അത് ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലമാണ്. നിലവിൽ അവിടെ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ഡൽഹി കണ്ടോൺമെന്റ്, ആ മണ്ഡലത്തിൽ ഏതായാലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ പുറകിലാണ് എന്നുള്ളതും കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻക മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ കൈവശം ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. നരേല മണ്ഡലം ആം ആദ്മി പാർട്ടിയായിരുന്നു, അവിടെ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ഷാലിമാർ ബാഗിലും സിറ്റിംഗ് സീറ്റ് ആം ആദ്മി പാർട്ടിയാണ്, പക്ഷേ ലീഡ് ചെയ്യുന്നത് ബി.ജെ.പി ആണ്. അങ്ങനെ പല മേഖലകളിലേക്കും ബി.ജെ.പി കടന്നു കയറുന്നു. ബി.ജെ.പി ഡൽഹിയിൽ തിരിച്ചുവരവ് നടത്തുന്നു. കസ്തൂർബ നഗർ മണ്ഡലം, അവിടെ നിലവിൽ ആം ആദ്മി പാർട്ടിയാണ്, ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ലക്ഷ്മി നഗർ നേരത്തെ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്ത മണ്ഡലമാണ്, ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റ്. ആ സീറ്റിലേക്ക് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ വിജയിച്ച 8 സീറ്റുകളിലും ഇപ്പോൾ ലീഡ് ബി.ജെ.പി തുടരുന്നുണ്ട്. ഇതിന് പുറമെ 33 സീറ്റുകൾ കൂടി ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പിടിച്ചെടുത്ത് ലീഡ് നേടാൻ ഇപ്പോൾ ബി.ജെ.പിക്ക് സാധിച്ചിരിക്കുന്നു. അതാണ് ഡൽഹിയിലെ സാഹചര്യം. ഇപ്പോൾ വീണ്ടും ലീഡ് നില മാറി മറിയുന്ന ഇഞ്ചോടിഞ്ച് എന്ന് പറയുമ്പോൾ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലേ രാകേഷ്? അതായത് 47 വരെ ഒരു ഘട്ടത്തിൽ പോയിരുന്നു, പിന്നീട് 40, പിന്നെ 42, 41, അതിൽ നിന്ന് 40ലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും നടക്കുന്ന മണ്ഡലങ്ങളിലാണ്. മാറ്റം 39 അപ്പോൾ ആ ഈ ഒരു സാഹചര്യം ഇതിൽ നിന്ന് വീണ്ടും കുറയുകയാണെങ്കിൽ ഡൽഹി ഒരു തൂക്കുസഭയിലേക്ക് പോകുമോ? അത്തരം സാഹചര്യത്തിലേക്ക് എത്തുമോ? പക്ഷെ അങ്ങനെ ഈ പലയിടങ്ങളിലും ചെറിയ മാർജിനാണ് ഇപ്പോഴും ഉള്ളത്. ചിലയിടങ്ങളിൽ ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. അങ്ങനെ വരുമ്പോഴും 40ലേക്ക് ബി.ജെ.പി കയറിയിട്ടുണ്ട്. കൂടുതൽ മണ്ഡലങ്ങളിലും ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആ ലീഡ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ബി.ജെ.പിക്ക് അനുഗ്രഹമാണ്. ആം ആദ്മി പാർട്ടി 31ലേക്ക് കയറി, ബി.ജെ.പി 39, കോൺഗ്രസ് ഒരു സീറ്റിലും ഇപ്പോഴും ഇല്ല. എങ്കിൽ പോലും ഇതൊരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിലേക്ക് വരുന്നുണ്ട്. 39, 31 എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ന്യൂഡൽഹി മണ്ഡലം തന്നെ ഇല്ലേ, കേജ്രിവാൾ ആദ്യം പിന്നിലായിരുന്നു, പിന്നെ മുന്നിലെത്തി. സിസോദിയുടെ കാര്യവും അങ്ങനെയായിരുന്നു, ആദ്യം പിന്നിലായിരുന്നു, പിന്നീട് മുന്നിലെത്തി. അങ്ങനെ ഏതാനും മണ്ഡലങ്ങൾ അങ്ങനെയുണ്ട്. പലയിടങ്ങളിലും അവർ മേധാവിത്വം പുലർത്തുവാൻ ആം ആദ്മി പാർട്ടിക്കും ബി.ജെ.പിക്കും കഴിയുന്നുണ്ട്. എങ്കിലും ഈ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു 10 മണ്ഡലങ്ങൾ എങ്കിലും ഉണ്ട്. നേരത്തെ തന്നെ ബി.ജെ.പിയുടെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെയായിരുന്നുവല്ലോ, 10 മണ്ഡലങ്ങളിലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫലം മാറിയാൽ തന്നെ ബി.ജെ.പിക്ക് അധികാരത്തിൽ എത്താമെന്ന്. ആ ഒരു പ്രതീക്ഷ സഫലമാകുന്നു എന്നതിന് ഉദാഹരണമാണ് ബി.ജെ.പി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആഹ്ലാദ നിമിഷങ്ങളാണ്. ആം ആദ്മി പാർട്ടി കേന്ദ്രങ്ങളാകട്ടെ
ഒക്കെ ഇപ്പോൾ നിശബ്ദമാണ് താനും. അതെ അതെ, 39, 31 ആം ആദ്മി പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടില്ല. അതേസമയം BJP പ്രവർത്തകർ ആഹ്ലാദത്തോടുകൂടി തെരുവിലിറങ്ങി കഴിഞ്ഞു. ഇതിനകം തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ പക്ഷേ അപ്ഡേറ്റ് അല്ല, പലതിലും 2ഉം 3ഉം റൗണ്ടുകൾ മാത്രമാണ് കാണിക്കുന്നത്. പക്ഷേ 12 റൗണ്ട് ബാക്കിയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക വെർഷൻ. പക്ഷേ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മുന്നിലും BJPയുടെയും ആം ആദ്മി പാർട്ടിയുടെയും പ്രവർത്തകരുണ്ട്. അവർക്കറിയാം, നമ്മളുടെ പ്രതിനിധികളുണ്ട്, അവരും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വിവരം അനുസരിച്ചാണ് ഈ പറയുന്ന സംഖ്യകൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അവിടെയാണ് 39, 31 എന്നുള്ള കണക്ക്. അത് BJP പ്രവർത്തകർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അത് ലീഡാണ്. അത് കൃത്യമായിട്ടും വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതിനാൽ BJP അധികാരത്തിലെത്താൻ പോവുകയാണ് ഡൽഹിയിൽ എന്ന് അവർക്കറിയാം. അതാണ് ആഹ്ലാദത്തോടു കൂടി ഇപ്പോൾ നൃത്തം ചവിട്ടി തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് ഡൽഹിയിലെ അന്തരീക്ഷം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും മൗനത്തിലാണ്. ഇപ്പോൾ ആരും തന്നെ ഒരു പ്രതികരണവും നേതാക്കളും നടത്തുന്നില്ല. ആസ്ഥാനം തന്നെ മൗനത്തിലാണ്. ഇപ്പോൾ ഏതായാലും 31, 39, 0 ഇതാണ് കണക്കുകൾ. ആം ആദ്മി പാർട്ടി ഏതായാലും രോഹിണിയിൽ ഇപ്പോഴും BJPയുടെ ലീഡുണ്ട്. വിജയേന്ദ്ര ഗുപ്ത ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റാണ് അദ്ദേഹം. പ്രമുഖനായ നേതാവാണ്. അതെ, പ്രമുഖനായ നേതാവാണ്. അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. അങ്ങനെ കുറേയേറെ സീറ്റുകളിൽ അതാത് ലീഡ് നിലനിർത്തിക്കൊണ്ടു പോകാൻ സ്ഥാനാർത്ഥികൾക്ക് കഴിയുന്നുണ്ട്. 39, 31 ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. എന്തായാലും 39 നിന്ന് BJP കുറയുകയാണെങ്കിൽ ഡൽഹി ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും. പക്ഷേ BJPക്ക് 36 സീറ്റ് കൃത്യം മതി ഭരണം പിടിക്കുന്നതിന് വേണ്ടി. അതിന് മറ്റ് ആരുടെയും ആവശ്യം ഉണ്ടാവുകയില്ല. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് 36 കിട്ടിയാലും പറ്റുമോ എന്നുള്ളതാണ്. അത് BJPയുടെ സമീപനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എങ്കിലും ഇപ്പോൾ നിലവിൽ കംഫർട്ടബിൾ പൊസിഷനിലാണ് BJP. 40ലേക്ക് എത്തിയിട്ടുണ്ട്. 30ലേക്ക് ആം ആദ്മി പാർട്ടി താണിരിക്കുകയാണ്. കോൺഗ്രസിന് ഇപ്പോഴും ദേവേന്ദ്ര യാദവിലൂടെ ലീഡ് നേടിയ കോൺഗ്രസിന് ഇപ്പോൾ ആ സീറ്റ് മുന്നേറാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ 0ലേക്ക്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയായിരുന്നു കോൺഗ്രസ്, അതേ നിലയിലേക്ക് തന്നെ പോവുകയാണ്. ഇപ്പോൾ മേഖല തിരിച്ചു നോക്കിയാൽ എല്ലാ മേഖലകളിലും മുന്നേറ്റം തുടർന്നിരുന്ന BJPക്ക് ചില മേഖലകളിൽ ഇപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന വെസ്റ്റ് ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടിക്ക് കുറച്ച് സീറ്റുകളിലെങ്കിലും പഴയ മേധാവിത്വത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും പകുതിയിലേറെ സീറ്റുകൾ തോൽക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് നേരിടുന്നു എന്ന് തന്നെയാണല്ലോ പറയേണ്ടി വരിക. കണക്കുകൾ വരുമ്പോൾ വലിയ ഇടിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് നിലവിൽ 47%. അതായത് കഴിഞ്ഞ തവണ അവർക്ക് 38%. BJP 41, ആം ആദ്മി പാർട്ടി 29. നമ്മൾ വോട്ട് ഷെയറിലേക്ക് വരികയാണെങ്കിൽ 48 BJPയുടെ വോട്ട് ഷെയർ, ആം ആദ്മി പാർട്ടി 42. അതായത് കഴിഞ്ഞ തവണ അത് 38 BJPയുടെ വോട്ട് ഷെയർ. 10% വർധനവ് BJPക്ക് അവരുടെ വോട്ട് ഷെയറിൽ ഉണ്ടായിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ഷെയർ 12% ഇടിവാണ്. അപ്പോൾ എല്ലാ മേഖലകളിലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അവരെ സംബന്ധിച്ച് ഒരു ക്ലീൻ സ്വീപ്പ് ആയിരുന്നു 2015. അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രകടനം 2020 നടത്തി. പക്ഷേ ഇത്തവണ വരുമ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യം വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പരമ്പരാഗതമായി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗം വോട്ടും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ചേരി പ്രദേശങ്ങളാകട്ടെ, മിഡിൽ ക്ലാസിന്റെ വോട്ടാകട്ടെ, അങ്ങനെ എല്ലാ വോട്ടുകളിലും അവർക്ക് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ BJPയുടെ ഇപ്പോൾ 42 അല്ലെ, 42, 28, 0 എന്നുള്ളതാണ് കണക്ക്. ഇതാണ് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ചില മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ പോലും കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 36 സീറ്റുകളിൽ കൂടുതൽ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ BJPക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ 10:15, 11 മണിയോടുകൂടി എത്ര സീറ്റുകൾ എന്ന കാര്യത്തിൽ ഒരു ചിത്രം വ്യക്തമാവുക തന്നെ ചെയ്യും. എന്തായാലും BJPയുടെ മേധാവിത്വം തുടരുന്നു.